ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗെയിം കളിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഗെയിം വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുപോലെ തന്നെ അത് വെച്ച് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഗെയിമിംഗ് ഫോൺ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിലവിൽ രണ്ട് തരം ഗെയിമിംഗ് ഫോണുണ്ട്. ഒന്ന് ഗെയിമിംഗ് പെർഫോമൻസ്, അതായത് ജസ്റ്റ് ഗെയിമിംഗ് കളിക്കാൻ വേണ്ടി മാത്രം പെർഫോമൻസ് കിട്ടുന്ന ഗെയിമുകളും, അതല്ലാതെ നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന അത്തരത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഗെയിമുകളും അല്ലെങ്കിൽ ഗെയിമിംഗ് ഫോണുകൾ. ഓക്കെ, അപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം X3 Pro എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു സെറ്റ് മദർ ബോർഡ് ഇഷ്യൂ ആണ്, കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിന് ഫസ്റ്റ് ആ സെറ്റ് ഇറങ്ങിയ സമയത്ത് കേട്ടിരുന്നത് അത് കിടുക്കൻ ഗെയിമിംഗ് പെർഫോമൻസ് എന്നാണ്. ശരി തന്നെയാണ്, ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം എന്താ പറയുക ഉപകാരപ്പെടുന്ന ഒരു മൊബൈൽ തന്നെയായിരുന്നു ഈ പറയുന്ന X3 Pro എന്നുള്ളത്. പക്ഷേ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ക്വാളിറ്റി നമ്മൾക്ക് വളരെയധികം ശോകമായിരുന്നു. അതുപോലെ തന്നെ ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് നമ്മൾ അധികം പേരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് സ്ട്രീം ചെയ്യാന്നുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ട്രീം ചെയ്യുക എന്നുള്ളത് നമുക്ക് രണ്ട് തരത്തിൽ സ്ട്രീം ചെയ്യാം. ഒന്ന് വയർലെസ് ആയിട്ടും ഒന്ന് വയർഡായിട്ടും. ഇതിലേറ്റവും നല്ല ഓപ്ഷൻ നമ്മൾ പറയുന്നത് വയറായിട്ട് തന്നെയാണ്. അതായത് നമ്മളെ ഫോണിൻ്റെ ടൈപ്പ് സി കേബിൾ വഴി OTG വഴി അല്ലെങ്കിൽ അതുവഴി നമ്മൾ എന്താ പറയുക വീഡിയോ റെക്കോർഡിംഗ് ഡിവൈസ് അല്ലെങ്കിൽ വീഡിയോ ക്യാപ്ചറിങ് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്കോ മറ്റും നമ്മൾക്ക് വീഡിയോ ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി. അതായത് നമ്മൾക്ക് ഫോണിന് വലിയ പ്രശ്നം വരുന്നില്ല. വയർലെസ് ആയിട്ടാണെങ്കിൽ ഫോണ് ഗെയിമിങ്ങും അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഈ വൈഫൈയിലൂടെ തന്നെ ഈ ഒരു ഡാറ്റയും കൂടി ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അത് പെർഫോമൻസിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് വീണ്ടും X3യുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഒരു ഫോൺ എടുക്കുമ്പോൾ ജസ്റ്റ് ഓൺലൈനിൽ കുറേ അടിപൊളി ഗെയിമിന് അടിപൊളിയാണെന്ന് പറയുന്ന ഒരു റിവ്യൂ മാത്രം കണ്ടിട്ട് നിങ്ങൾ ആ ഫോൺ എടുത്ത്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള നിങ്ങൾക്ക് ഒരു പക്ഷേ അത് യൂട്യൂബിലിട്ടിട്ട് കാശ് ഉണ്ടാക്കാൻ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചില ഫോണുകളുണ്ട് കളിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. 60 FPS 90 FPS നമ്മൾ കളിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ഓണാക്കി കളിക്കുമ്പോൾ ഫോൺ വലിയാൻ തുടങ്ങും, നല്ല ലാഗായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പെർഫോമൻസ് കിട്ടില്ല, നമുക്ക് അതുപോലെ കളിക്കാനും പറ്റില്ല. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൺ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഫോൺ ഉള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് അതിൽ ഗെയിം കളിച്ച് നോക്കുക. എന്നിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഗെയിം കളിച്ച് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ മാത്രമേ ചെയ്യുക. എനിക്ക് X3 Proയുടെ കാര്യത്തിൽ പറ്റിയ അക്കിടിയാണ്. ഞാൻ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം X3 Pro ഇറങ്ങുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഫോണായിരുന്നു Redmi Note 8 Pro എന്ന് പറയുന്നത്. ആ ഒരു Note 8 Proയിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ 7 ക്വാളിറ്റി പോലും ഈ പറയുന്ന X3 Proക്ക് ഉണ്ടായിരുന്നില്ല. X3 Pro ഫുൾ HD റെക്കോർഡ് അല്ലെങ്കിൽ 2K റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു സ്ക്രീൻ റെക്കോർഡിങ്ങിൽ. പക്ഷേങ്കിൽ എന്തുണ്ട്, ആ ഒരു ക്വാളിറ്റി ഇല്ല. ക്രിപ്സ് എന്ന് പറയില്ല, നമ്മൾ ഷാർപ്പായിട്ടുള്ള ഇമേജുകൾ അതില്ല. അതിന് പകരം നമ്മൾ ഒരിപ്പം എന്താ പറയുക, നമ്മളെ Note 8 Proയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ 1080p വീഡിയോയും X3 Proയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ 360p വീഡിയോ റെക്കോർഡ് ചെയ്ത പോലത്തെ ഒരു അവസ്ഥയാണ്. റെസൊല്യൂഷനും ഫയൽ സൈസും ഒക്കെ വലിയ തന്നെയാണ്. പക്ഷേങ്കിൽ ആ ഒരു ക്രിപ്സ് റീഡർ റെക്കോർഡിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിലവിൽ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളെ സ്ട്രീമിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അതിൽ USB 3.0 സപ്പോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നിലവിൽ 2024 ഇറങ്ങിയിട്ടുള്ള iQOO 13 ആണ് ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അതിൽ പെർഫോമൻസ് ഉണ്ട്, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, അതിൽ OTG 3.0 മുകളിലോട്ട് സപ്പോർട്ട് 3.2 ആണെന്ന് തോന്നുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം നമ്മൾക്ക് ഈ പറയുന്ന കേബിൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോ ക്യാപ്ചറിങ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് എലഗാറ്റോ പോലുള്ള ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നിർബന്ധമായും ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നിങ്ങളുടെ ഫോണിന് USB 3.0 സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത്. ഗെയിമിംഗ് ഫോണാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ടുള്ള ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. ഐഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐഫോണിൽ നോർമലായിട്ടുള്ള വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി സൂപ്പർ തന്നെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അതുപോലെ തന്നെ ഒട്ടുമിക്ക എന്നല്ല, iPhone 6 മുകളിലോട്ട് വരുന്ന എല്ലാ ഫോണുകളിലും ഈ പറയുന്ന വീഡിയോ ക്യാപ്ചറിങ് ഡിവൈസിൻ്റെ സപ്പോർട്ട് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഐഫോൺ ഗെയിമിങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിൽ ബെസ്റ്റ് തന്നെയാണ്, നിങ്ങൾക്ക് എടുക്കാം. ഈ ഐഫോണുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആകെ ഒറ്റൊരു കംപ്ലയിൻറ്റ് മാത്രമാണ്, അതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ, അതുപോലെ തന്നെ ബാറ്ററിയുടെ ചാർജിൻ്റെ പ്രോബ്ലം. ഇപ്പം നിങ്ങൾക്കറിയാം ഗെയിമിംഗ് കൂളേഴ്സൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നോട് ആരെങ്കിലും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഞാൻ ഐഫോൺ തന്നെയായിരിക്കും പറയാം. അതിന് താഴേക്ക് നമുക്ക് ആൻഡ്രോയിഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ iQOO 13 ഉണ്ട്, അല്ലാണ്ട് സാംസങ് S24 ഒക്കെ ഉണ്ട്.
പക്ഷേ അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെ നമ്മൾക്ക് എന്തുണ്ട്, ഈ പറയുന്ന USB 3.0 സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ പോലും ആ ലാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ലോ എൻഡ് ഫോൺ ഒരു 20-25,000 അല്ലെങ്കിൽ 30,000 വരുന്ന ഗെയിമിംഗ് ഫോണുകളിൽ നമ്മൾ റെക്കോർഡ് ഓണാക്കി കളിക്കുമ്പോൾ അധികം ഈ ഒരു ലാഗ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രിപ്സ് ആയിട്ടുള്ള ആ ഒരു സ്ക്രീൻ റെക്കോർഡിങ് കിട്ടാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്കറിയാം, നമ്മൾ എന്തായാലും ഒരു ലോങ് വീഡിയോ ഗെയിമിംഗ് റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് വീഡിയോ എഡിറ്ററിൽ വെച്ച് എഡിറ്റ് ചെയ്യുന്നുണ്ട്. എഡിറ്റ് ചെയ്തിട്ട് വീണ്ടുമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഈ ലോ ക്വാളിറ്റി കിട്ടിയ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അതിൻ്റെ ക്വാളിറ്റി കുറയും. അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് ഒന്ന് സ്ട്രിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി ഒന്ന് റിഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ ഏതോ ഒരാൾ കളിച്ചതിൻ്റെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്ത പോലത്തെ ഒരു അവസ്ഥയായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഫോൺ തിരഞ്ഞെടുക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഫോണിന് റെക്കോർഡ് ചെയ്യുമ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആക്കുമ്പോൾ സമയത്ത് ലാഗ് ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഫോണിന് USB 3.0 സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഫോണിന് USB 3.0 സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഈ ഗെയിം കളിക്കുന്ന സമയത്തുള്ള ആ റെക്കോർഡിങ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സിസ്റ്റത്തിലേക്ക് വെച്ചിട്ട് സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. USB 3.0 ഇല്ലാത്ത ഫോണുകളിൽ നമ്മൾക്ക് USB കേബിളൊക്കെ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ മറ്റുള്ള സ്ക്രീൻ മിററിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സിസ്റ്റത്തിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഈ ലാഗ് ഫീലൊക്കെ ആയിരിക്കും. അധികം ചിലപ്പോൾ കണക്റ്റാവില്ല, കണക്റ്റായി തന്നെ ചിലപ്പോൾ സൗണ്ട് ഉണ്ടാവില്ല, സൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ വീഡിയോ സ്റ്റെക്കായിട്ട് വരും. അങ്ങനെ തുടങ്ങി ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഗെയിമിംഗ് കണ്ടൻറ്റ് ക്രിയേഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും USB 3.0 ഫോണുകൾ മാത്രം നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഐഫോൺ എടുക്കുക. ഐഫോൺ നല്ലത് തന്നെയാണ് ഗെയിമിങ്ങിന്, യാതൊരു പ്രശ്നമില്ല. ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലും വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലും ഇന്നും ഐഫോണിനെ വെല്ലാൻ വേണ്ടിയിട്ട് വേറെ ആരും വന്നിട്ടില്ല. നമ്മളിപ്പം റെഡ് മാജിക്കിൻ്റെ ഫോണുണ്ട്, അതിലൊക്കെ അടിപൊളിയാണെങ്കിൽ പോലും ആ ഐഫോണിനെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. അവർ അത്രയ്ക്കും നല്ല രീതിയിൽ ആ ഒരു ഗെയിമിനെ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ഡിവൈസിന് വേണ്ടിയിട്ട്. പിന്നെ പുതിയ ഐഫോൺ എന്ന് പറയുമ്പോൾ ഇപ്പം iPhone 16, 15 ലാഗിൻ്റെ ഫീൽ അധികം ആൾക്കാരും പറയുന്നുണ്ട്. അതിലൊക്കെ 120 FPS സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും BGMI ഒക്കെ 120 FPS കളിക്കുമ്പോൾ ലാഗ് ഫീൽ ചെയ്യുന്നൊരു പ്രോബ്ലം ഉണ്ട്. അതെന്തായാലും അവർ അടുത്ത് തന്നെ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അത് ചിലപ്പോൾ ടെമ്പററി ആയിട്ട് വരുന്നൊരു ഇഷ്യൂ ആയിരിക്കാം. കാരണം ഐഫോൺ ഒരിക്കലും അവർക്ക് വരുന്ന ഇഷ്യൂസ് ഒരുപാട് കാലം നീട്ടിക്കൊണ്ട് പോകാറില്ല മറ്റുള്ള ഫോണുകളെ പോലെ. എന്തെങ്കിലും വലിയൊരു കംപ്ലയിൻസ് കുറേ ആൾക്കാർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പ്രശ്നം അവർ പരിഹരിച്ച് കൊടുക്കുന്നതാണ്. അപ്പം ഏറ്റവും നല്ല ഗെയിമിംഗ് ഫോൺ ചോദിക്കുകയാണെങ്കിൽ അതിപ്പോൾ കോമ്പറ്റീഷനായിട്ട് നമ്മൾ നല്ല രീതിയിൽ കളിച്ചിട്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഐഫോൺ തന്നെയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതല്ലാതെ ആണെങ്കിൽ USB 3.0 സപ്പോർട്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോണുകൾ ബെസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിർദ്ദേശവും അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.